നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൗ ടു മേക്ക് സ്റ്റിക്കേഴ്സ് അറ്റ് ഹോം. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി, അതെൻ്റെ ഒരു ഫയൽ പോലത്തെ ഒരു സാധനത്തിലാണ് കാണിച്ച്. എന്താ പേപ്പർ താഴെ വീഴും, പേപ്പർ മാറ്റം കണ്ട് ഒരു ഇത് കണ്ടു സ്റ്റിക്കർ എൻ്റെ പേര് എഴുതി. സോ നമുക്ക് ആ ഒരു സ്റ്റിക്കർ തന്നെ വേറൊരു ഡിസൈൻ ഇത് വരയ്ക്കാം. നമ്മൾ ഒരു വൈറ്റ് പേപ്പറും പിന്നെ കുറച്ച് സ്കെച്ച് പെൻസ് പിന്നെ സിസേഴ്സും വേണം നമുക്ക്. നിങ്ങൾക്ക് കളർ പേപ്പർ ആണെങ്കിലും ഓക്കെയാണ്. ഞാനിപ്പോഴും എനിക്ക് വൺ സൈഡ് പേപ്പറുണ്ട്, അതെടുക്കാൻ പോകുന്നത്. വൺ സൈഡ് പേപ്പർ കുറേയുണ്ട്, അതെടുത്തേക്കാം. ഇനി നമ്മൾ കുഴപ്പമില്ല, പേപ്പേഴ്സ് കിട്ടി. ബ്ലൂ ബാഗിൻ്റെ അകത്ത് ഞാനിങ്ങനെ എല്ലാം വെച്ചു. സ്കെച്ച് പെൻസ്, എൻ്റെ എൻ്റെ പെണ്ണ് കാണാൻ എൻ്റെ നമ്മളിനി ടേപ്പ് എടുക്കാം. ടേപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെൻസിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് പെൻ എന്ത് വേണമെങ്കിലും വെച്ച് വയ്ക്കാം. ഇവിടെ കുറച്ച് സ്കെച്ച് പെൻ ഉണ്ട്, അതുണ്ട്. ഒരു ബ്ലൂവും പിങ്കുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോഴും എൻ്റെ അനിയൻ്റെ പേര് എഴുതാൻ പോകണേ. ആഞ്ചലോ എന്നാണ് അവൻ്റെ പേര്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബോക്സ് വരച്ചിട്ട്, ഇതൊരു റഫായിട്ടാണ് ചെയ്യുന്നത്. പിങ്ക് കളർ വെച്ചിട്ട് ബോക്സ് വരച്ചിട്ട് എൻ്റെ പേര് എഴുതണം. ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ സിസർ എടുത്തിട്ടില്ല, കാരണം എൻ്റെ പൗച്ചിലാണ് ആ സിസർ. ആ പൗച്ചിലുള്ള ബാഗ് കാണാനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ബിഗ് സിസേഴ്സാണ് എടുക്കുന്നത്. ഞാൻ നല്ല കെയർഫുള്ളാണ്, കാരണം ഇത് നല്ല ഷാർപ്പാണ്. ആഞ്ചലോ എഴുതിയിട്ട് നമ്മൾ ടേപ്പാണ് ഗൈസ്. എനിക്ക് എപ്പോഴും ഒരു പ്രോബ്ലം വരും, ടേപ്പ് ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ.
ഇത് വേണ്ട. നമ്മളിനി എടുത്തിട്ട് സ്റ്റിക്കറിലേക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പോകണം. ഇങ്ങനെ ഒട്ടിക്കിച്ച് ഇത് ഞാൻ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് അങ്ങനെ തോന്നാത്തതാണ്. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മുറിക്കാം. എനിക്കിപ്പോൾ മുറിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ചെറുതായിട്ടേ മുറിക്കുന്നുള്ളൂ. അതിൻ്റെ നല്ലപോലെ സ്റ്റിക്കാക്കില്ല. സോ നമ്മൾ കുറേ വേണം. സോ ഗൈസ്, ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ.